സോ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ എന്നെയും ദിയെ പറ്റിച്ചോ, അതാണല്ലോ ചോദ്യം. സോ ഞാനങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഈ ഇട വന്നിട്ട് ദിയയുടെ അടുത്ത് നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒബായോസിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒബായോസി വെബ്സൈറ്റ് ഓർഡേഴ്സാണ്, ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത് ഒരു 5 ദിവസത്തിനുള്ളിൽ സാധനം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഒരു പ്രത്യേകതയാണ്, നമ്മളത് വാങ്ങിക്കുന്നത് ഓപ്പൺ ചെയ്യുന്നത് തൊട്ടുള്ള വീഡിയോ ഇട്ടാലാണ് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവർ റീപ്ലേസ്മെൻറ്റ് തരണം എന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത വീഡിയോ സ്റ്റാർട്ട് ടു എൻഡ് ഒരു എഡിറ്റും ഇല്ലാതെ ഇടണമെന്നുണ്ട്. അപ്പോൾ ഞാനങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറേ ഒന്നും വാങ്ങിച്ചില്ല, ഒരു 3 മാലയാണ്, അല്ല 2 മാലയാണ് വാങ്ങിച്ചത്. ഇത് സെയിം ഡിസൈനിൽ 2 മാലയായിരുന്നു ഞാൻ വാങ്ങിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഒരു ലക്ഷ്മിയോ സരസ്വതിയോ ആരോ ഒരാളുണ്ട് അതിനകത്ത്. ആ ഒരു ഹിന്ദു ഗോഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി ഈ ഗോഡേഴ്സ് ഇതിന് കണ്ടില്ലായിരുന്നു, അപ്പോൾ ഈ ദേവിനെ കണ്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് 2 ക്രിസ്ത്യൻ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇത് ഇങ്ങനെ ആയതുകൊണ്ട് എനിക്കത് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ഞാൻ തന്നെ വെക്കേണ്ടി വന്നു. പക്ഷേ നോക്കുകയാണെങ്കിൽ സാധനം നല്ലതാണ്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് കളർ പോകുമെന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, കാരണം നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട്. പക്ഷേ ഇതിങ്ങനെ കാണുമ്പോൾ ഒരു നമ്മുടെ സെറ്റ് സാരിയുടെ ഒക്കെ കൂടെ ഇടുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു ഇയറിംഗും ഉണ്ട്, അത് ഞാൻ പാക്കേജിങ് അൺബോക്സിങ് വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ അതിൻ്റെ അത് കാണാം. കമ്മൽ ചെറിയൊരു പാലക്ക കമ്മൽ പോലത്തെ കമ്മലാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് പാലക്ക ആ മോഡലിൻ്റെ ഒരു ലോക്കറ്റാണിത്. ഇത് തന്നെയാണ് തോന്നുന്നു മൂഡ്കോഡസാരും ഈയിടെ അതിൽ ആ പുള്ളിക്കാരിയും ഇത് തന്നെയാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ നല്ല ഒരു 800 റുപ്പീസിനെങ്ങാണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഓഫർ ഉണ്ടായിരുന്നു, അന്നേരം ഒരു 500 റേഞ്ചിൽ നമുക്ക് ഇത് കിട്ടിയായിരുന്നു. അപ്പോൾ 2 1000+ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ പേയ്മെൻറ്റ് ഓൺലൈനാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ അവർക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണല്ലോ ഓൺലൈനിൽ. നിങ്ങൾ ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് അവർ പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ടോ, അതായത് ഈ കള്ളത്തരത്തിൽ പിള്ളേർ ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും കോടതിയിൽ കംപ്ലയിൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരൊരു ഇമെയിൽ ID തന്നിട്ടുണ്ട്, അതിലോട്ട് പോയി കംപ്ലയിൻറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓഹോ എന്നെയും ചതിച്ചോ എന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് പ്രോഡക്റ്റ് കയ്യിൽ കിട്ടി, ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങൾ തന്നെ കിട്ടി. പിന്നെ പ്രശ്നങ്ങളൊന്നും എനിക്കും ഉണ്ടായിട്ടില്ല, എനിക്ക് പേഴ്സണലി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ എന്തിനും കംപ്ലയിൻറ്റ് ചെയ്യണം? എനിക്കെന്തെങ്കിലും ഇപ്പോൾ അതിൻ്റെ ഒബായോസിയുടെ ഓണർ പറയുന്നുണ്ട്, നിങ്ങൾക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ, നിങ്ങളും ചതിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് അവർ. പക്ഷെ അങ്ങനെ പറഞ്ഞാലും ഞങ്ങൾ ചതിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം നമ്മൾ ഓർഡർ ചെയ്ത സാധനം നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളെങ്ങനെ ചതിക്കപ്പെട്ടത്? പിന്നെ കാശ് ആരെങ്കിലും കൊണ്ടുപോയാലും നമുക്കതിന് പ്രശ്നം എനിക്ക് തോന്നുന്നില്ല, നമുക്കതിന് പുറകെ നടക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അവരുടെ കേസ് ഒന്നോടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യണം, ഇത് ഇമെയിൽ ID തരാം, ഇതിലോട്ട് വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്നത്. പക്ഷേ അതിൻ്റെ കുറേ പുലിവാല് പിടിച്ച് നടക്കണ്ടെന്നുള്ളവർ കംപ്ലയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും കംപ്ലയിൻറ്റ് ചെയ്യാൻ പോകുന്നില്ല, കാരണം എനിക്കറിയത്തില്ല ഇതിൻ്റെ പേയ്മെൻറ്റ് ആരാ കൊണ്ടുപോയേക്കുന്നതെന്ന്. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് ആ പരിപാടിക്ക് പോകുന്നത്? എനിക്ക് കിട്ടിയ മാലയെ പിടിച്ചുകൊണ്ട് ഞാൻ ഇവിടെ സ്വസ്ഥമായിട്ട് ഇരുന്നാൽ പോലെ. പിന്നെ ഈ ഓണറും എല്ലാം ഇവർ തമ്മിലുള്ള പ്രശ്നത്തിൽ നമ്മൾ ചുമ്മാ എന്തിട്ട് ഇടപെടുന്ന, അവർക്ക് കയ്യിൽ തെറ്റുണ്ടെങ്കിൽ തെളിവുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ, അതല്ലേ നല്ലത്. അല്ലാതെ ഓണർ ഒരെണ്ണം പറയുന്നു, ന്യൂസിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നുണ്ട്, കുറച്ച് പേര് ആ പിള്ളേരുടെ സപ്പോർട്ടുണ്ട്, കുറച്ച് പേര് ഇവരുടെ സപ്പോർട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. പക്ഷേ ഞാൻ എന്താണെങ്കിലും ഇതിൽ ഇടപെടാൻ പോകുന്നില്ല. ഞാൻ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് കറക്റ്റ് 5 ദിവസത്തിനുള്ളിൽ ഡെലിവർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആകെ ഒരു പ്രശ്നം ഇവരുടെ പാക്കേജിങ് കണ്ടപ്പോഴാണ്. ഒന്നുമല്ലെങ്കിലും ഇപ്പോഴത്തെ ഒരു ഇൻസ്റ്റാ ഷോപ്പൊക്കെ തുടങ്ങിയിട്ടുള്ളവർ എല്ലാവരും, ഈവൻ ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, അവരെല്ലാം അവരുടേതായ കുറച്ച് യുണീക്ക് ഒരു സ്റ്റിക്കറോ അല്ലെങ്കിൽ ഒരു പാക്കേജിങ്ങിൽ ഒരു ഡിഫറൻസും ഒക്കെ വരുത്തും. ഓക്കെ, പക്ഷേ ഈ പുള്ളിക്കാരൻ ഒരു 3-4 വർഷം ആയാലും ഈ പരിപാടി തുടങ്ങിയിട്ട് ഇവരുടെ പാക്കേജിങ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ പലചരക്കടെ പോയി കഴിഞ്ഞാൽ അവരിൽ നന്നായിട്ട് സാധനം പൊഞ്ഞു കൊടുക്കുന്നു. അത്രയ്ക്കും വൃത്തിയായിട്ടൊരു പാക്കിങ്, ചുമ്മാ ഒരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ അകത്ത് അങ്ങനെ ഇട്ട്. അപ്പം നമ്മൾ വന്നു കഴിയുമ്പോൾ ഇത് എന്തുവാ സാധനം എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജിങ് വന്നത്, അവരുടെ ഒരു അഡ്രസ്സോ ഒന്നുമില്ലാതെ. ഇനിയിപ്പോൾ അത് ഞാൻ പറ്റിക്കപ്പെട്ടുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പാക്കേജിങ്ങിൽ ഒരു പേരും കൂരമില്ലാത്ത ഒരു പാക്കേജിങ്ങിലാണ് വന്നത്. ഇനിയിപ്പോൾ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, പറ്റിക്കപ്പെട്ടോ. പക്ഷേ എന്താണെങ്കിലും ഞാൻ ഓർഡർ ചെയ്ത സാധനം ഇത് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഞാനൊന്നും മിണ്ടുന്നില്ല, ഞാനൊന്നും പറയുന്നില്ല.
പിന്നെ ആരെങ്കിലും അവർക്ക് കാശ് കൊടുത്തിട്ട് സാധനം കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് കംപ്ലൈൻറ്റ്. ഓക്കെ, പക്ഷേ എന്താ പറയുന്നത്, ഇവരുടെ പ്രോഡക്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രോഡക്ട്സ് ചില സമയത്ത് ഒരു ഓഫറൊക്കെ ഇടുമ്പോൾ നല്ല ഓഫറിൽ നമുക്ക് സാധനങ്ങൾ ബൈ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ സാധാരണ നാട്ടിലൊക്കെ പോകുന്നവർ നമ്മൾ സാധാരണ കടയിൽ പോയി വാങ്ങിച്ചാൽ ഇതേ സെയിം പ്രോഡക്ട്സ് ഈ റേഞ്ചിനൊക്കെ തന്നെ കിട്ടും. പിന്നെ ഇവർക്ക് ഹൈപ്പ് വരുന്നത് നമ്മൾ ഓൺലൈനിൽ നമ്മൾ കുറേ കളക്ഷൻസ് കണ്ടിട്ടല്ലേ വാങ്ങിക്കുന്നത്. സാധാരണ ഷോപ്പിൽ പോയാൽ ഇത്രയും കളക്ഷൻസ് നമുക്ക് അത്രയും സമയമില്ല ഇരുന്ന് സെർച്ച് ചെയ്യാനായിട്ട്. പിന്നെ കടക്കാരാണെങ്കിലും ഇത്രയും വെറൈറ്റീസ് വെളിയിൽ എടുത്ത് വെക്കാനും ചാൻസസ് കുറവാണ്. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് മാത്രമാണ് ഈ ഓൺലൈൻ ഷോപ്പിങ്ങിനോട് നമുക്ക് ഉള്ളത്. അപ്പം പെട്ടെന്ന് എവിടെയെങ്കിലും പോകാൻ മീൻസ് നാട്ടിലോട്ട് പോയിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ഒന്നും ഷോപ്പിംഗ് ചെയ്യാനൊന്നും സമയമില്ലെങ്കിൽ ഓക്കെ, ഓൺലൈൻ ഷോപ്പിംഗ് ഇത് ഗുഡ് ഐഡിയ. പക്ഷേ എപ്പോഴും നല്ല പ്രോഡക്റ്റ്സ് കിട്ടുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഇത് ഇപ്പോൾ ഭാഗ്യത്തിന് എനിക്ക് ഇതിൻ്റെ സ്റ്റോൺസ് ഒന്നും പോയിട്ടൊന്നുമില്ലായിരുന്നു, എല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കമ്മലുണ്ട്, കമ്മൽ എവിടെയാണെന്ന് ഇപ്പോൾ കാണുന്നില്ല, കണ്ടുപിടിക്കണം. പക്ഷെ അതൊരു ചുമ്മാ ഞാൻ അതിൻ്റെ ഫോട്ടോ ഇടാം. ചുമ്മാ ഒരു പാലിക്ക കമ്മലാണ്. കമ്മലിന് വലിയ പ്രത്യേകതയൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ ആ പാക്കേജിങ്ങിൻ്റെ അകത്ത് ഇവരുടെ ഒരു സ്റ്റിക്കറും ഇല്ലല്ലോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചായിരുന്നു. അത് ഇവരുടെ സ്വന്തം അല്ലാഞ്ഞിട്ടാണോ, പറ്റിക്കപ്പെട്ടാണോ ഞാൻ വേണ്ടില്ലേ, അറിയില്ല. അപ്പോൾ കാരണം ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തൊരു പാക്കേജിങ്, അറ്റ്ലീസ്റ്റ് ഒരു നല്ല രീതിയിൽ. അപ്പം ഞാൻ വെച്ച് ഓക്കെ ഓഫർ അല്ലേ, അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ വിടുന്നത് എന്ന് വിചാരിച്ച് ഞാൻ സമാധാനിച്ചു. പിന്നെ എൻ്റെ ഇത് സാധനത്തിന് കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ട്, പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി കുഴപ്പമില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല എന്ന് മാത്രം. പിന്നെ അതിന് മാത്രമാണ് നമുക്ക് കംപ്ലൈൻറ്റ് പറയാൻ പറ്റത്തുള്ളൂ. പ്രോഡക്റ്റിന് കംപ്ലൈൻറ്റ് എടുപ്പോൾ കല്ലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ വീഡിയോ എടുത്തിടുമ്പോൾ അവർക്ക് അതിൽ നിന്ന് മനസ്സിലാവും. അങ്ങനെ നമുക്ക് റീഫണ്ടോ അല്ലെങ്കിൽ അവർ വേറെ പ്രോഡക്റ്റ് തരുമോ അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ എനിക്കങ്ങനെ ഒന്നും വരാത്തതുകൊണ്ട് ഞാൻ അങ്ങനത്തെ പണിക്കൊന്നും പോയില്ല. അപ്പോൾ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങൾ നാട്ടിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ ചിലപ്പം എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ പോയി നമുക്ക് ശരിയാക്കാനും പറ്റത്തില്ല. പിന്നെ ഇവരുടെയൊക്കെ റീഫണ്ട് പ്രോസസ്സ് എത്ര ഡിഫിക്കൽട്ടാണെന്ന് നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഈ ദിയയുടെ തന്നെ ഇതിൽ ഞാൻ വിചാരിച്ചു ഈ പാക്കേജിങ്ങിന് വേണ്ടിയിട്ട് അവർ പറയുന്നുണ്ട്, അവർ സ്റ്റാഫിനെ എടുത്തപ്പോൾ അവരോട് ഞാൻ പ്രത്യേകം പറഞ്ഞത് പാക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജോലിക്ക് എടുക്കുന്നത്, എന്നിട്ടാണ് ഈ പാക്കിങ്ങും കൊണ്ട് നടക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഇച്ചിനോട് ഒരു ബെറ്റർ പാക്കേജിങ് വെക്കണ്ടായിരുന്നോ? ചുമ്മാ ഒരു കട്ടിക്കൂടിൻ്റെ അകത്ത് എല്ലാം കൂടെ കൂട്ടിക്കെട്ടി. ഓക്കെ, ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ, എന്തോ ബബിൾ റാപ്പിൻ്റെ അകത്തായിരുന്നു വെച്ചിരുന്നത് മാലയൊക്കെ. പക്ഷെ അല്ലാതെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു പേപ്പറിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടൊക്കെ ഇടുവാണെങ്കിൽ ഒരു ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. ഇവൻ നമ്മളൊരു ലോക്കൽ ഷോപ്പിൽ പോയാൽ തന്നെ അത് ഇങ്ങനെയൊക്കെ വെച്ചിട്ടല്ലേ തരുന്നത്. ഇങ്ങനെ ഒരു പേപ്പർ, ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഒരു സ്ക്വയർ പേപ്പറിൽ കട്ട് ചെയ്ത് ഒക്കെ വെച്ചിട്ടായിരിക്കും തരുന്നത്. ഇത് അതുപോലും ഇല്ലായിരുന്നു, ചുമ്മാതെ ഒരു പാക്കേജിങ്. സോ അതാണ് എനിക്കുണ്ടായ എക്സ്പീരിയൻസ് OYOCന്ന്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓഫറിൽ വാങ്ങിച്ചുകൊണ്ട് എനിക്ക് 500 rupees ഒരെണ്ണത്തിനായുള്ളൂ. പിന്നെ 1000 പോലെ എൻ്റെ ഫ്രീ ഷിപ്പിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടായില്ല. പിന്നെ ഈ ഒരു ദേവിയുടെ ഫോട്ടോ കാരണം എനിക്ക് ക്രിസ്ത്യൻ ആയിട്ടുള്ള ഫ്രണ്ട്സിന് കൊടുക്കാൻ പറ്റില്ല. അത് എൻ്റെ തെറ്റാണ്, ഞാൻ അങ്ങനെ വാങ്ങിക്കാൻ പാടില്ലായിരുന്നു. ഞാനത് കാര്യമായിട്ട് നോക്കണമായിരുന്നു. അതല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയും OYOCന്ന് വാങ്ങിക്കുന്നവർക്ക് അവരുടെ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റാണ്. പിന്നെ ഞാൻ വിചാരിച്ചത് ഇത്രയും വലിയ പാക്കേജിങ്ങിന് ഇവർ എന്തിനാ വെറുതെ കാശ് കൊടുത്ത ആളുകൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം മാല എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഇതാണ് മാല. ഇത് സെറ്റ് സൈഡൊക്കെ ഇടുമ്പോൾ കൂടെ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അതിനൊക്കെ കൊള്ളത്തുള്ളൂ. പിന്നെ ഓണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.